ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് തയ്യാറാക്കാവുന്ന വളരെ ചിലവ് കുറഞ്ഞൊരു ബ്യൂട്ടി റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വാളംപുളിയാണ്. നമ്മുടെ സാമ്പാർ പുളി, പിഴിപുളി അങ്ങനെയൊക്കെ ഇതിനെ പറയും കേട്ടോ. ഇത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ പൾപ്പൊക്കെ നമ്മൾ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേർതിരിച്ച് എടുക്കണം കേട്ടോ. നല്ല കട്ടിയിൽ കിട്ടണം പൾപ്പ്. അപ്പോഴാണ് നമ്മൾ ഫേസ് പാക്കിന് ഉപയോഗിക്കുക. ഇത് വളരെ ചിലവ് കുറഞ്ഞ പക്ഷേ നമുക്ക് നല്ല എഫക്റ്റ് നൽകുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഇത് ആകെ 3 ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ നല്ല ബ്രൈറ്റനിങ് നൽകുന്ന ഒരു ഫേസ് പാക്കാണിത്. നമ്മുടെ കരിമംഗല്യത്തിൻ്റെ പാടുകൾ മാറാനും അതുപോലെ മുഖക്കുരു വന്ന പാടുകൾ മാറാനും ഒക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഇത് ഈ പിഴിപുളി എന്ന് പറയുന്ന, അതായത് വാളംപുളി എന്ന് പറയുന്നത് നല്ല ഒരു ബ്ലീച്ചിങ് ഏജൻറ്റ് കൂടിയാണ് കേട്ടോ. നമുക്കൊരു ബ്ലീച്ചിങ് എഫക്റ്റ് തന്നെ നമ്മുടെ മുഖത്തിന് നൽകുന്ന ഒരു ഇതാണ് വാളംപുളി. കണ്ടോ, ഇപ്പോൾ ഇതുപോലെ ഞാൻ ഇതിൻ്റെ പൾപ്പൊക്കെ ഈ കട്ടിയിൽ നമുക്ക് ഇതിൻ്റെ പൾപ്പ് നമുക്ക് വേർതിരിച്ചിട്ട് എടുക്കണം. അധികം ലൂസായിട്ട് എടുക്കരുത്. പൾപ്പ് എടുക്കുമ്പോൾ നല്ല കട്ടിയിൽ എടുക്കുക, എന്നാലേ ഫേസ് പാക്കായിട്ട് മുഖത്തിടുമ്പോൾ അത് നമ്മുടെ മുഖത്ത് പിടിക്കത്തുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ തരിതരിപ്പായിട്ടുള്ള കടലമാവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ തരിതരിപ്പുള്ള കടലമാവ് ചേർത്ത് കൊടുത്തത് എന്താ വെച്ചാൽ ഇത് നമ്മൾ മുഖം ലാസ്റ്റ് കഴുകുമ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് സ്ക്രബ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമ്മുടെ മുഖത്തുള്ള വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എല്ലാം പോയിട്ട് നമ്മുടെ മൂക്കൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇത് കയ്യുമ്മലാണ് ചെയ്ത് കാണിക്കുന്നത്. ഒപ്പം തന്നെ മുഖത്തും ഞാൻ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ കൈയാണ് ഞാൻ കാണിക്കുന്നത്. കയ്യുമ്മേ നന്നായിട്ട് എല്ലാ സൈഡിലും ആവത്തക്ക വിധത്തിൽ നന്നായിട്ട് നല്ല കട്ടിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. മുഖത്താണെങ്കിലും നല്ല കട്ടിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. മുഖത്തിടുമ്പോൾ കയ്യിലിടായാലും ഒരു 20 മിനിറ്റ് മാത്രം ഇത് വെച്ചാൽ മതി കേട്ടോ. പുളിക്ക് നല്ല ഒരു ബ്ലീച്ചിങ്ങിൻ്റെ ഒരു ഏജൻറ്റ് കൂടിയാണ് വാളംപുളി. അതുകൊണ്ട് നമുക്കൊരു 20 മിനിറ്റ് നേരം മാത്രം ഇത് വെച്ച് കൊടുത്താൽ മതിയാവും. ഇത് ഡ്രൈ ഒന്നും ആവില്ല കേട്ടോ, കുറച്ച് ഡ്രൈ ആവുള്ളൂ. ഇതിൽ നമ്മൾ തേൻ യൂസ് ചെയ്ത കാരണം അധികം ഡ്രൈ ആയിട്ട് വലിയ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. മുഖത്ത് നമുക്ക് ഇട്ടുന്ന് തന്നെ തോന്നില്ല. നല്ല ഒരു എന്താ പറയുക, സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ. അത് ഇപ്പോൾ ഇതേ കയ്യുമ്പോൾ ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ കയ്യുമേ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പച്ചവെള്ളത്തിൽ റബ്ബ് ചെയ്തിട്ട് കഴുകിയെടുക്കണം കേട്ടോ. കണ്ടോ, ഇപ്പോൾ നല്ലൊരു വ്യത്യാസം എൻ്റെ കയ്യിന് ഇപ്പോൾ വന്നിട്ടുണ്ട്. നല്ല ചെറിയൊരു എന്താ പറയുക, വലിയ ബ്രൈറ്റനിങ് അല്ല, ചെറുതായിട്ടൊരു ബ്രൈറ്റനിങ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് വെളുത്ത് പാറും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ഉള്ള സ്കിൻ ടോണ് ഒരു പടിക്ക് മുകളിലേക്കായിട്ട് ഉയർത്തി കിട്ടുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. കണ്ടോ, ഇപ്പോൾ നല്ല വ്യത്യാസം നിങ്ങൾക്ക് തോന്നണില്ലേ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മുഖത്താക്കുമ്പോൾ മുഖത്ത് നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറിയിട്ട് മുഖം നല്ലൊരു ഗ്ലോ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.